السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله مولانا العظيم. وقال صلى الله عليه وسلم: إن أعمالكم تعرض على أقربائكم وعشائركم في قبورهم، فإن كان خيرا فاستبشروا به وإن كان غير ذلك قالوا اللهم ألهمهم من يعمل طاعتك. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉസ്താദുമാർ, ബഹുമാനികളായ രക്ഷിതാക്കൾ, മഹല്ല് കാരണവന്മാർ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ മക്കൾ. ഈ സമ്പാദ്യത്തെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ ലോങ് ടേം ആയി ഇൻവെസ്റ്റ് ചെയ്യും, ചിലർ ഷോർട്ട് ടേം ആയി ഇൻവെസ്റ്റ് ചെയ്യും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി മക്കളെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഇന്ന് കൂടുതലുള്ളത്. മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകി, മെഡിസിന് പറഞ്ഞയച്ച്, എൻജിനീയറിങ്ങിന് പറഞ്ഞയച്ച്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പറഞ്ഞയച്ച്, നമ്മൾ വിശ്രമിക്കാനാകുമ്പോഴേക്ക് നമുക്ക് ഭൗതികമായ നമ്മുടെ ജീവിതോദ്ധാരണങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് ഷോർട്ട് ടേമായി മക്കളെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. പക്ഷെ ഈ മക്കൾ അവർക്ക് ദുനിയാവിൽ ഉപകാരപ്പെടാത്തതായാണ് ധാരാളമായി കാണപ്പെടുന്നത്. നമ്മൾ ഭാവിയിലാകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചുകൊണ്ട് മക്കളിൽ നിന്ന് കിട്ടിയിട്ട് അവര് നമ്മളെ പരിപാലിക്കണം എന്ന ആലോചനകളിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് മക്കളെ വളർത്തി അതിനാവശ്യമായ കോഴ്സുകളിൽ ചേർത്തുന്നവരാണ് കൂടുതൽ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മക്കൾക്ക് ദുനിയാവിൽ തന്നെ ഉപകാരപ്പെടാറില്ല, പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയേണ്ടതില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം കേരളത്തിൽ സംഭവിച്ച ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളിൽ കൂടുതൽ മക്കൾ മാതാപിതാക്കൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും സഹായങ്ങളും സപ്പോർട്ടും ചെയ്യുന്ന രക്ഷിതാക്കളെ തന്നെ വീട്ടിലുള്ള കത്തിയെടുത്ത് അരിവാളെടുത്ത് കുത്തിക്കൊന്ന സംഭവങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മലബാറിൽ തന്നെ എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലര് ദുനിയാവിന് വേണ്ടി മക്കളെ നിക്ഷേപിക്കുകയും അത് ദുനിയാവിൽ തന്നെ ഉപകാരപ്പെടാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നിക്ഷേപം എന്നാൽ
അത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ ഫലം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മക്കളെപ്പോലെ ഭാഗ്യം നമുക്ക് മക്കളെ കൊണ്ട് ലഭിക്കുന്നത് പോലെയുള്ള ഉപകാരം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വേറെ എവിടെയും ലഭിക്കാനില്ല, വേറെ ഒന്നും ലഭിക്കാനില്ല. നമ്മുടെ ഖബറിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, യാസീൻ ഓതുന്ന മക്കൾ നമുക്കുണ്ടായാൽ ഖബറിലും ആശ്വാസത്തോടെ നമുക്ക് കിടക്കാൻ പറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് ആലോചനകൾ ഉണ്ടാകണം. ജനറേഷനെ കുറിച്ച് ആലോചനകളും ചിന്തകളും ഉണ്ടാകണം. ആൽഫ ജനറേഷനും കഴിഞ്ഞ ബീറ്റ ജനറേഷനാണ് ഇപ്പോഴത്തെ തലമുറ. 2010 മുതൽ 24 വരെ ജനിച്ച വിദ്യാർത്ഥികൾക്കാണ്, മക്കൾക്കാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ആൽഫ ജനറേഷന്റെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ആധുനികമായ ധാരാളം മനഃശാസ്ത്രപരമായ പഠനങ്ങളുണ്ട്. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, അവരോട് സമീപിക്കേണ്ട രീതികൾ പഴയ കാലം പോലെയല്ല. ഒരുപാട് ക്രിമിനൽ വാസനകൾ വർദ്ധിച്ചു വരികയും മയക്കുമരുന്നും ലഹരിയും നമ്മുടെ സമൂഹത്തിൽ ദ്രുതഗതിയിലുള്ള വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമുക്ക് തന്നെ വിനയാകുന്ന തലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, കൊയിലാണ്ടിക്കടുത്തൊരു സ്ഥലത്ത് വഅളിന് പോയപ്പോൾ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, ഒന്നുകിൽ ഞാൻ മരിക്കണം അല്ലെങ്കിൽ മകൻ മരിക്കണം, രണ്ടാലൊരാൾ മരിച്ചു കിട്ടണം, എന്നാലേ മനുഷ്യന് സമാധാനമുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, മകന് 15 വയസ്സായിട്ടില്ല, 2 തവണ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ ജുവനൈൽ ഹോമിൽ പ്രവേശിപ്പിക്കുകയും അവൻ അവിടുന്ന് 2 തവണ ഞാനിപ്പോൾ ഇറക്കി കൊണ്ടുവന്നു. ജുവനൈൽ ഹോം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയി ആക്കുന്ന ജയില്. പിന്നെപ്പോ മിനിയാന്ന് അവനെ പോലീസുകാരന്റെ ബൈക്ക് മോഷ്ടിച്ചു എന്നുള്ള പേരിൽ വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിരിക്കുന്നു. അവനെ കൊണ്ട് വീട്ടിലിരിക്കാൻ വയ്യ, അങ്ങാടിയിൽ ഇറങ്ങാൻ വയ്യ, ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യ. ഒന്നുകിൽ അവൻ മരിച്ചു കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ മരിച്ചു പോയാൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇത്തരം ആക്ഷേപങ്ങളും മകനെ കൊണ്ടുള്ള അപഹാസ്യങ്ങളും ഒന്നും സഹിക്കേണ്ടതില്ലല്ലോ എന്ന ഉപ്പ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മരണപ്പെട്ടാ തീരൂല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നിങ്ങളുടെ അമലുകൾ അല്ലാഹുവും റസൂലും മുഅ്മിനീങ്ങളും കാണുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തു തൗബയിൽ. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീറൊക്കെ കൊണ്ടുവരുന്ന ഹദീസ് കാണാം, ഇന്ന അഅമാലക്കും തുഅറദു അലാ അഖ്രിബായിക്കും വഅശാഇരിക്കും ഫീ ഖുബൂരിഹിം. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയതും നമ്മൾ ദീൻ പറയുന്നതും പഠിക്കുന്നതും വിനിയോഗിക്കുന്ന ഈ സമയവും സന്തോഷത്തിന്റെ സന്ദർഭങ്ങളുമെല്ലാം ഖബറിൽ കിടക്കുന്ന നമ്മുടെ ഉമ്മ ഉപ്പമാർക്ക് കാണിക്കപ്പെടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി. നല്ലതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഖബറിൽ നിന്ന് അവർ സന്തോഷിക്കുകയാണ്. എൻ്റെ മോന് ദീൻ പഠിക്കാൻ വേണ്ടി പള്ളിയിൽ സമയം വിനിയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും നാളെ നമ്മൾ കിടക്കുമ്പോൾ, നമ്മളെ മകന് നാളെ കിതാബ് ഓതി കൊടുക്കുമ്പോൾ ഖബറിൽ നിന്ന് നമുക്കത് കാണിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആശ്വാസത്തോടെ കിടക്കാം. വഇൻ കാന ഗൈറ ദാലിക്. വൃത്തികേടുമായാണ് മക്കൾ നടക്കുന്നതെങ്കിൽ ഖബറിൽ നിന്ന് ഈ ഖബറാളികൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുമ്മ അൽഹിംഹും അൻ യഅമലൂ ത്വാഅതക. പടച്ചോനെ, എൻ്റെ മക്കൾക്ക് നല്ലത് ചെയ്യാനുള്ള ഒരു തോന്നൽ
എൻ്റെ മോനത് അവിടെ ഇവിടെയും തിരിഞ്ഞു നടക്കുകയാണ്, കഞ്ചാവിന് അഡിക്റ്റാണ്, തോന്നിവാസങ്ങൾക്ക് അഡിക്റ്റാണ്. അവന്റെ മനസ്സിൽ നല്ലത് ചെയ്യാനുള്ള ഒരു തോന്നലിട്ട് കൊടുക്കണം എന്ന് ഖബറിൽ കിടക്കുമ്പോൾ അസ്വസ്ഥഭരിതരായി നാളെ നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ ഉമ്മയും ഉപ്പയും വല്യുമ്മയും വല്ലുപ്പയൊക്കെ ഖബറിൽ കിടക്കുമ്പോൾ അവരത് പറയേണ്ട ഒരു ദുർഗതി അവർക്കുണ്ടാകും. മരണപ്പെട്ടു പോയാലും ഈ മക്കളുടെ ദുര്യോഗത്തെക്കുറിച്ച്, മക്കളുടെ ദുർവൃത്തികളെ കുറിച്ചുള്ള ആശങ്കകൾ നമുക്ക് ഇല്ലാതെയാകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇപ്പൊ നമ്മളെ എല്ലാ കാലങ്ങളിലും നമ്മുടെ വലിയ സമ്പാദ്യമാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ദുരന്തം അനുഭവിക്കുന്ന ഖബറുകളിൽ പെട്ടെന്ന് ഒരു മോചനം, ശിക്ഷയിൽ നിന്നൊരു മോചനം ലഭിക്കുകയാണ്. അല്ലെങ്കിൽ താഴെ പദവിയിലുള്ള ഖബർ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അപ്പൊ ഈ ഖബറാളി അള്ളാഹുവിനോട് ചോദിക്കും, ബിമനിൽ തുഹാദി, എങ്ങനെയാണ് എനിക്ക് ഈ ദറജ ലഭിച്ചത്? അപ്പൊ ഈ ഖബറാളിയോട് അള്ളാഹു പറയും, അത്ര ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ നിനക്കിപ്പോ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തഗ്ഫിർ ലി അബി, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് നിന്റെ മകൻ പറഞ്ഞു, മകള് പറഞ്ഞു. അതുകൊണ്ടാണ് നീ അനുഭവിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിനക്കൊരു മോചനം ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മയ്യിത്തു ഫിൽ ഖബരി കൽ ഗരീഖിൽ മുതഗവ്വിസ്, ഖബറിൽ ഇങ്ങനെ കിടക്കുക ഒരു മുങ്ങിപ്പൊന്തുന്ന, വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്ന ആളെപ്പോലെയാണ് എന്നാണ്. എന്തെങ്കിലും പിടിവള്ളി കിട്ടുമോ എന്നിങ്ങനെ കാത്തിരിക്കുകയാണ് ഖബറിൽ ഓരോരുത്തരും. വല്ലാത്തൊരവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ ചെറിയൊരു അസ്തഗ്ഫിറുള്ള കിട്ടിയാൽ, ഒരു യാസീൻ കിട്ടിയാൽ, ഒരു പ്രാർത്ഥന കിട്ടിയാൽ അതിനോളം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ആശ്വാസമില്ല. ഇവിടെ എല്ലാ ദിവസവും ക്ലാസ് ആരംഭിക്കുമ്പോൾ ഉസ്താദുമാര് ദുആർക്കും, റബ്ബി യസ്സിർ വലാ തുഅസ്സിർ, റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഹിഫ്ളൻ വഈമാനൻ കാമില, റബ്ബനാ തമ്മിം ബിൽ ഖൈരി വസ്സആദ, റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീന വലിമശായിഖിന വലി അസാതീദിന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യാതെ ഒരൊറ്റ ദർസ് നമ്മളാരും തുടങ്ങാറില്ല. അതിന്റെ അർത്ഥം എന്താ? പടച്ചോനെ എൻ്റെ ഉപ്പാക്ക് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ. മുതഅല്ലിമുകൾ, ഇപ്പൊ നമ്മളെ മക്കള് പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഒരു മുദരിസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഓരോ ക്ലാസ്സുകൾക്കും ഒരു ദിവസം 10 ക്ലാസ് ഉണ്ടെങ്കിൽ 10 ക്ലാസ്സുകൾക്കും ഈ ദുആ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാൻ അവർ തുനിയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മുടെ മക്കളെ നമ്മൾ എത്തിച്ചിരിക്കുന്നത്. അവര് നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടണം. ദുനിയാവ് സമ്പാദിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ആഖിറം സമ്പാദിക്കുക എന്നുള്ളത് അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വഴികേടുകളും തെറ്റായ സാഹചര്യങ്ങളും പ്രതികൂലമായ ചുറ്റുപാടുകളും മുതഅല്ലിമീങ്ങളെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മുതഅല്ലിമീങ്ങളല്ലാത്തവരുടെ സ്ഥിതിവിശേഷം വളരെ അപകടകരമായ സിറ്റുവേഷനുകളിലൂടെയാണ് പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് നല്ല ജാഗ്രതയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഹദീസുകളിലെല്ലാം കാണാം, വഉഖ വാലിദ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ വരുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വഉഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖ്സാ അബാഹ്, ഉമ്മയെ നിന്ദിക്കുന്ന എല്ലാറ്റിനും ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ജനറേഷൻ അവസാന കാലഘട്ടമാകുമ്പോൾ വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വാപ്പാൻ അകറ്റും, വാഖ്സ അബാഹ്, വാപ്പാനോടൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല.
അങ്ങനെ ഏതോ ഒരു ലോകത്ത്, സൗഹൃദങ്ങളുടെ ലോകത്ത് മാത്രം ജീവിച്ച, അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ അവസാന നാളുകളിൽ വരാനിരിക്കുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പാരന്റിങ്ങിന്റെ ആധുനികമായ കാലഘട്ടത്ത് എങ്ങനെ മക്കളെ വളർത്തണം എന്നതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഈ ഒരു വഴി ഏറെ അനുഗ്രഹീതമായ സുഹൃതങ്ങളുടെ ഒരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അതാ അലയ്യ യൗമുൻ ലാ അസ്ദാദു ഫീഹി ഇൽമൻ യുഖർരിബുനി ഇലല്ലാഹി അസ്സ വജല്ല ഫലാ ബൂരിക ലീ ഫീ തുലൂഇ ശംസി ദാലികൽ യൗം. ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ എല്ലാ ദിവസവും ഇൽമുമായി ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏതെങ്കിലും ഒരു ദിവസം അല്ലാഹുവിനോട് എന്നെ അടുപ്പിക്കുന്നതായ നിലക്കുള്ള ഇൽമ് എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ദിവസം എനിക്ക് യാതൊരു നിലക്കുള്ള ബറക്കത്തും കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രഭാഷകർ വർദ്ധിക്കുന്ന കാലം വരും. ഇന്നകും മസ്ബഹ്തും ഫീ സമൻ കസീറുൻ ഫുഖഹാഉ. നിങ്ങളൊരു കാലഘട്ടം വരുമ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാർ അന്നുണ്ടാവും, പ്രഭാഷകരുണ്ടാവും, ഖുതബാകൾ കൂടുതലുണ്ടാകും. എന്നാലോ അക്കാലത്ത് ആ സമയത്ത് അറിവ് പഠിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. അൽ ഇൽമു ഫീഹി ഖൈറും മിനൽ അമൽ. അമലിനേക്കാൾ വലിയ പ്രതിഫലം അറിവുമായി ബന്ധപ്പെടുക എന്ന ഒരു പ്രവർത്തനത്തിനുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഇന്നൽ ഇശ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ദലിത് ത്വാഅതി വ ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ, ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഇൽമുമായി ബന്ധപ്പെടുന്ന അമലാണെന്ന് ബഹുമാനപ്പെട്ട നബവി ഇമാം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യവത്തായ സമയവും അറിവുമായി ബന്ധപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യമാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ദുനിയാവ് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്നാൽ ഇതുകൊണ്ട് ദുനിയാവ് നഷ്ടപ്പെടുന്നുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഖുയ്യിറ സുലൈമാനു അലൈഹിസ്സലാം ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്ക്. അധികാരവും സമ്പത്തും ഇൽമും തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു സുലൈമാൻ നബി അലൈഹിസ്സലാം. ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്ന ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ ഫഖ്താറൽ ഇൽമ, അവിടുന്ന് ഇൽമിനെ തെരഞ്ഞെടുത്തു, അറിവിനെ തെരഞ്ഞെടുത്തപ്പോൾ ഫഉഅതിയൽ മാലു വൽ മുൽക്കു മഅഹ്, ആ അറിവിനോട് ഒന്നിച്ച് അധികാരവും സമ്പത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പൊ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നവരാകണം. ദുനിയാവിൽ മാത്രമല്ല, നാളെ മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിൽ അവർ നമുക്ക് നല്ലൊരു സമ്പാദ്യമായി, നാളെ നമുക്ക് സ്വസ്ഥമായ ഖബർ ജീവിതത്തിന് സഹായകമാകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റായി നമ്മുടെ മക്കൾ മാറണം. ഇന്ന് അവരെ കാണുമ്പോൾ നമുക്കൊരു കൺകുളിർമയുണ്ടാകണം. അതുകൊണ്ട് നല്ല ഉഖ്റവിയായ ആലിമീങ്ങളായി നമ്മുടെ മക്കൾ മാറുക എന്നത് വലിയ സൗഭാഗ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. ആലിമീങ്ങളാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദീനിൽ വലിയ പണ്ഡിതനാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതിയ കാലത്ത് ആലിമീങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും. പഴയ കാലങ്ങളിൽ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിനെ കുറിച്ച്
അവരുടെ മശായിഖുമാരായ താജുൽ ഉലമാ സദഖത്തുല്ലാഹ് ഉസ്താദിനെ കുറിച്ച് പഴയ കാലത്ത് കഴിഞ്ഞുപോയ നമ്മുടെ ഉലമാക്കളുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ എത്രയോ വർഷങ്ങളാണ് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദൊക്കെ 25 കൊല്ലത്തോളം ഇൽമു പഠിക്കാൻ വേണ്ടി അവിടുത്തെ സമയം വിനിയോഗിച്ചവരാണ്. ന്യൂസ് പേപ്പർ പോലും വായിക്കൂല. മറ്റുള്ള ലീവിൻ്റെ സമയങ്ങളെല്ലാം പരിമിതമായി ഉപയോഗപ്പെടുത്തി കിതാബുകൾ, അന്ന് സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തൊരു കാലമാണ്. കിതാബ് ഓതിപ്പടിക്കാൻ സ്വന്തമായി ഗ്രന്ഥങ്ങളില്ല. ആരുടെയെങ്കിലും കിതാബുള്ളവരുടെ അടുക്കൽ കാൽനടയായി ദിവസങ്ങളോളം സഞ്ചരിച്ച് പോയി അവരുടെ അടുത്ത് നിന്ന് കിതാബ് വാങ്ങിയിട്ട് അത് നോക്കി പകർത്തി എഴുതിയിട്ട് വീണ്ടും ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് വേണം അവർക്ക് ഇൽമു പഠിക്കാൻ. അങ്ങനെ ആ കിതാബുകൾ മനപ്പാഠമാക്കി, പ്രത്യേകിച്ച് ഇപ്പോഴും ആ സംവിധാനം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കിടയിലില്ല. ഓതുന്ന കിതാബുകൾ ഓതുന്നതിന് മുമ്പ് തന്നെ മിസ്റില്, അൽ അസ്ഹറിലും ഈജിപ്തിലുമെല്ലാം പലയിടങ്ങളിലും ഇപ്പോഴും ഈ സിസ്റ്റം നടന്നു വരുന്നുണ്ട്. ഒരു കിതാബ് കഴിയാനായി അടുത്ത കിതാബ് ഓതുന്നതിന്റെ മുമ്പ് ഈ കിതാബ് മനപ്പാഠമാക്കിയിട്ട് അതിനെ അറിയാനും അതിലുള്ള ചർച്ചകളെ ഗ്രഹിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കിതാബിലുള്ള ഉള്ളടക്കത്തെ നന്നായി ഉൾക്കൊള്ളാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ അവരൊക്കെ ഓതുന്ന കിതാബുകൾ ആദ്യം ഒന്ന് എഴുതിയെടുക്കും. പിന്നെ അത് വായിച്ച് അതിനു വേണ്ടി സമയം വിനിയോഗിച്ച്, ഒരുപാട് സമയവും സന്ദർഭവും അതിനു വേണ്ടി വിനിയോഗിച്ച് ജീവിതത്തിന്റെ സിംഹഭാഗവും പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചവരാണ് അവരിൽ പല ആളുകളും. അടുത്ത കാലങ്ങളിൽ വരെ 8 കൊല്ലത്തോളം ഫത്ഹുൽ മുഈൻ മാത്രം ഓതാൻ വേണ്ടി സമയമെടുത്ത ഉസ്താദുമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പൊന്മള ഉസ്താദിന്റെ അടുക്കൽ നിന്ന് 8 കൊല്ലത്തോളം ഫത്ഹുൽ മുഈൻ ഓതിയവരാണ് എന്റെയും അർഷദ് ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട അലി അഹ്സനി ഉസ്താദ് എടക്കര. ഫത്ഹുൽ മുഈൻ മാത്രം അവിടുത്തെ സമയമെടുത്തുകൊണ്ട് 8 വർഷത്തോളം എടുത്തുകൊണ്ട് ഓതിയവരാണ്. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് സമയങ്ങൾ എടുത്തുകൊണ്ട് കിതാബ് ഓതി ഇൽമിനെ ഗ്രഹിച്ച് ഉഖ്റവിയായ ആലിമാകാൻ വേണ്ടി കഠിനമായി അധ്വാനം ചെയ്ത ഒരു കാലം നമ്മുടെ പൂർവികരായ ഉലമാഇന്റെ അന്നവർക്ക് ഇല്ലായ്മയുടെ വറുതിയുടെ കാലമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം ചെലവ് കൊടുക്കാൻ വീടുകളില്ലാത്ത ഒരു കാലം ഇന്ന് നമുക്ക് സൗകര്യങ്ങളായി, സംവിധാനങ്ങളായി. പട്ടിണിയില്ല. പഴയ കാലങ്ങളിൽ മുതഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വീടുകൾ ലഭ്യമല്ലാത്ത കാലങ്ങളുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലുള്ള മക്കൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു കാലം. എന്നാൽ ഇന്ന് നമുക്ക് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു. മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ പഠനങ്ങൾ മാത്രം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളത് വലിയ സങ്കടത്തോടെയും ആശങ്കയോടും കൂടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഫുഖഹാ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. മസ്അല പറഞ്ഞു തരാൻ, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാർ നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം. നിഷ്കളങ്കരായി സമയം ദീനിനു വേണ്ടി ചെലവഴിച്ച് ആത്മാർത്ഥമായി ജീവിതം കൊണ്ട് തന്നെ ഇൽമും അമലുമെല്ലാം യോജിച്ചു വരുന്ന നല്ല നല്ല പണ്ഡിതരുണ്ടായില്ല എങ്കിൽ ദീന് തന്നെ വലിയ അപകടത്തിൽ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അറിവില്ലാത്തവർ ഫത്വ നൽകുന്ന ഒരു കാലഘട്ടം വരും. ലോകം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള നല്ല നിപുണരായ പണ്ഡിതന്മാരെയാണ്. ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലുമെല്ലാം അവഗാഹമുള്ള പണ്ഡിതന്മാരെ എല്ലാ സന്ദർഭങ്ങളിലും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഡിമാൻഡുണ്ട്. ആഫ്രിക്കയിൽ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ പലപ്പോഴും നമ്മുടെ ഉസ്താദായ ഹക്കീം അസ്ഹരി ഉസ്താദിനോട് പല സന്ദർഭങ്ങളിലും അവിടുത്തെ റഫറൻസ് വരും. ഏതെങ്കിലും ഒരു ഷാഫിഈ പണ്ഡിതനെ കിട്ടുമോ? ഇത്ര ലക്ഷം വേണമെങ്കിൽ സാലറി കൊടുക്കാം, പക്ഷെ നല്ല അവഗാഹം വേണം, അവർക്ക് ഫത്വ കൊടുക്കാൻ അറിയണം, അറബി ഭാഷ അറിയണം. അത്തരത്തിലുള്ള ആലിമീങ്ങളെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങനെ അവഗാഹമുള്ള ആലിമീങ്ങളെ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല അറിവിൽ ആഴമുള്ള, അതിനുവേണ്ടി അധ്വാനിക്കുന്ന, മറ്റു ശുഗലുകളില്ലാത്ത നിലക്ക് അതിനുവേണ്ടി അധ്വാനിക്കുന്ന മുതഅല്ലിമുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് കാണാൻ ഒരുപാട് മുതഅല്ലിമുകളുണ്ട്, എല്ലാ സ്ഥാപനങ്ങളുമുണ്ട്.
എന്നാൽ പഴയ കാലത്തെ ആലിമീങ്ങളെ പോലെ ഒരു മസ്അല അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നിവാരണം ചെയ്യാൻ കഴിയുന്ന ആലിമീങ്ങളുടെ, ആത്മാർത്ഥതയുള്ള ആലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് ആണ് ഇത്തരം മഹ്ലുസുഫ ദറസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്നത്. ഇവിടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ വാഹകരായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുക എന്നാണ് അർഷദ് ഉസ്താദൊക്കെ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഒരുമിച്ച് മർക്കസ് ഗാർഡനിൽ പഠിച്ചിരുന്ന സന്ദർഭത്തിൽ തന്നെ ധാരാളമായി കിതാബ് മുതാലഅ ചെയ്യുകയും കിതാബിൽ അവഗാഹം തെളിയിക്കുകയും എല്ലാ കിതാബുകളും ശരിയായ രൂപത്തിൽ ഓതിക്കൊടുക്കാൻ പറ്റുന്ന, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തും ഞങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പോകുന്ന വ്യക്തിയാണ് അർഷാദ് ഉസ്താദ് എന്ന് പറയുന്നത്. എല്ലാ കിതാബുകളിലും അവഗാഹമുള്ള ഒരു ആലിമിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മക്കളെ കൊണ്ടുവന്നാക്കുമ്പോൾ നമുക്ക് ആദ്യവും അവസാനവും ഉണ്ടാകേണ്ട ലക്ഷ്യം ആഖിറത്തിന്റെ ആലിമായി എൻ്റെ മകൻ മാറിത്തീരണം എന്നുള്ളതാണ്. ആഖിറമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രധാനമായി അവരുടെ അജണ്ടകൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മക്കളെ അല്ലാഹു തന്നിട്ടുണ്ടാവും. ദുന്യവിയായ ലക്ഷ്യങ്ങൾക്ക് അവരെ നമ്മൾ വിനിയോഗിക്കുന്നതിന് പകരം ഈ മകൻ എൻ്റെ ആഖിറത്തിന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്, അവരുടെ പഠന കാര്യങ്ങളിൽ നമുക്കും ജാഗ്രതയുണ്ടാകണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു ലോകമറിയപ്പെട്ട പണ്ഡിതനല്ലേ. 14-ാം നൂറ്റാണ്ടുകളിൽ നമ്മുടെ കാലഘട്ടത്തെക്കാൾ അപകടകരമായ നിലക്ക് നിരീശ്വരവാദികളും ലിബറലുകളും എത്തീസ്റ്റുകളുമെല്ലാം വളരെ വ്യാപകമായി വ്യാപരിച്ചിരുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ ഏകത്വത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സെമിറ്റിക് മതങ്ങൾ അഥവാ ഏകദൈവ വിശ്വാസികൾ അവരുടെ റബ്ബിനെ സമർത്ഥിക്കാൻ വേണ്ടി വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ശാസ്ത്രീയമായും ഫിലോസഫിക്കലായും ബുദ്ധിപരമായും എല്ലാം ഗ്രന്ഥമെഴുതി, തഹാഫത്തുൽ ഫലാസഫ എന്ന പേരിൽ ഗ്രന്ഥമെഴുതി 20ഓളം വാദമുഖങ്ങൾ ഉന്നയിച്ച് അതിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് എത്തീസത്തെ ഖണ്ഡിച്ച് പരിശുദ്ധമായ ദീൻ സ്ഥാപിച്ച് എല്ലാ വൈജ്ഞാനിക മേഖലകളിലും കഴിവ് തെളിയിച്ച് എല്ലാ പ്രമുഖരായ ആളുകളോടും ഉമർ ഖയ്യാമിനെ പോലെയുള്ള ബുദ്ധിജീവികളോട് പോലും സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ പരാജയപ്പെടുത്തി അള്ളാഹുവിന്റെ തൗഹീദും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തും ഏകത്വവും അള്ളാഹുവിന്റെ വുജൂദിയത്തുമെല്ലാം ശാസ്ത്രീയമായി തന്നെ ലോകത്തിന് സമർത്ഥിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതി ദീനിന് സംരക്ഷണ കവചം ഒരുക്കിയ വലിയ പണ്ഡിതനാണ് ഇമാം അബൂ ഹാമിദിൽ ഗസാലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണക്കാരനായ സൂഫി വര്യരായ അവിടുത്തെ പിതാവ് കാണുന്ന ആലിമീങ്ങളോടൊക്കെ ഇൽമിന്റെ മജ്ലിസുകളിലെല്ലാം പങ്കെടുക്കും. ആ ഇൽമിന്റെ മജ്ലിസുകളിലെല്ലാം ചെന്നിട്ട് ഗസാലി ഇമാമിന്റെ ഉപ്പാക്ക് പറയാനുള്ളത് മക്കള് നല്ല ആലിമീങ്ങളാകണം, മക്കള് നല്ല വാഇദുകളാകണം, അതിനു വേണ്ടി ദുആ ചെയ്യണം എന്നത് മാത്രമാണ് ബഹുമാനപ്പെട്ടവർക്ക് പറയാനുണ്ടായിരുന്നത്. ആലിമീങ്ങളുടെ സാന്നിധ്യങ്ങൾ, ആലിമീങ്ങളുടെ ദുആഉകൾ, മാതാപിതാക്കളുടെ ദുആഉകൾ, മാതാപിതാക്കളുടെ സപ്പോർട്ട്, അതാണ് ഒരു മനുഷ്യനെ ഉഖ്റവിയായ ആലിമാക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ശകാഅൻ ബഅദി ഔലാദി, ചില മക്കളെ കുറിച്ച് പരിഭവം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഹൽ ദഅൗത അലൈഹി, നീ ഈ മക്കൾക്കെതിരെ വല്ല ശാപവാക്കുകളും പറയുകയോ എതിരെ പ്രാർത്ഥിക്കുകയോ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നഅം, ഞാൻ ദേഷ്യം വരുമ്പോൾ എൻ്റെ മക്കൾക്കെതിരെ വല്ല വാക്കുകളും പറഞ്ഞു പോകാറുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, അൻതല്ലദീ അഫ്സത്തഹു, എന്നാൽ നീയാണ് നിന്റെ മകൻ വടക്കാവാനുള്ള, കേടുവരാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണക്കാരൻ. നമുക്ക് ദേഷ്യം വരുമ്പോൾ മക്കൾക്കെതിരെ നമ്മൾ പറയാൻ പാടില്ല. മക്കൾക്ക് അനുകൂലമായുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന ദുആഉകളിൽ പ്രധാനപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മക്കൾക്കെതിരെ ദുആ ചെയ്താലും അതും മക്കൾക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ്.
അതുകൊണ്ട് മക്കൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുകയും വീടുകളിൽ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയും ആലിമിയായ ഇൽമിന്റെ അഖിലുകാരുടെ പ്രവണതകളിൽ അവരെ വ്യാപൃതരാക്കുകയും വേണം. ഈയിടെ 8-9 വർഷം കിതാബോധി പഠിച്ച ഒരു മുതഅല്ലിമിന്റെ നാട്ടിൽ ഞാൻ വഅദിന് ചെന്നപ്പോൾ അദ്ദേഹം ഈ വർഷം സനദെടുത്തുകൊണ്ട് പുറത്തിറങ്ങാൻ നിൽക്കുന്ന ഒരു മുതഅല്ലിമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കറിയില്ല അയാൾ മുതഅല്ലിമാണ് എന്ന് നാട്ടുകാർക്കറിയില്ല. കാരണം ഷിആറ് കൊണ്ട്, വേഷം കൊണ്ട് മുതഅല്ലിമിന്റെ വേഷം അവർ ധരിക്കാറില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ടിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവൻ വേഷം ധരിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, അത് ഞാനും വല്ലാതെ നിർബന്ധിപ്പിക്കലില്ല, മൂല്യരാണെന്നുള്ളത് നാട്ടുകാരറിയണ്ട എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ അത് അങ്ങനെ നീണ്ടുപോയി. ഇപ്പൊ അവന് നാട്ടിൽ വരുമ്പോൾ മുതഅല്ലിമീങ്ങളെ വേഷമിടാൻ അവന് മടിയാണ് എന്ന് 8-9 കൊല്ലം കഴിഞ്ഞപ്പോഴും ഒരു ഉപ്പ പറയുന്നുവെങ്കിൽ എന്ത് അപകർഷതയാണ്! ആ അപകർഷതാ ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. എന്റെ മകൻ ആലിമാണ്, പ്രൗഡ് ടു ബി എ ആലിം, എന്റെ മകൻ ഒരു ആലിമാണ് എന്ന് പറയാനുള്ള ഒരു അഭിമാന ബോധം നമുക്കുണ്ടാണ്. നമുക്ക് തന്നെ അപകർഷതയാണ്, പിന്നെ നമ്മുടെ മക്കൾക്ക് അതൊരു അപകർഷതയായി ഉണ്ടാകുന്നതിൽ എന്ത് ആശ്ചര്യം പറയാനാണ്? അവൻ എവിടെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അവൻ മുതഅല്ലിമായി പഠിക്കുകയാണെന്ന് പറയാൻ പലർക്കും പലപ്പോഴും അപകർഷതാ ബോധമാണ്. എന്തിനാ അങ്ങനെ ഒരു മടി നമുക്കുണ്ടാകേണ്ടത്? മക്കൾക്ക് അതിനനുകൂലമായ ഒരു ചുറ്റുപാട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. യഥാർത്ഥ ഉഖ്റവിയായ ആലിമാകണമെങ്കിൽ നന്നായി സമയമെടുത്തുകൊണ്ട് പഠിക്കണം. ആ സമയമെടുത്തുകൊണ്ട് നമ്മൾ മക്കളെ പെട്ടെന്ന് പഠിച്ച് ജോലിക്ക് വിട്ട് പ്രാരാബ്ദങ്ങളുടെ ഫലമായി, പഴയ കാലങ്ങളൊക്കെ പ്രാരാബ്ദങ്ങളുടെ കാലമാണ്. അക്കാലത്താണ് നമ്മുടെ ഉസ്താദുമാർ, മശായിഖുമാർ ധാരാളം സമയം വിനിയോഗിച്ചുകൊണ്ട് അവർ ഇൽമു പഠിച്ചപ്പോൾ സുൽത്താനുൽ ഉലമയെ പോലെയുള്ള, റഈസുൽ ഉലമയെ പോലെയുള്ള ഒരുപാട് വലിയ വലിയ പണ്ഡിത സമുദ്ര സമാനരായ ഉലമാക്കൾക്ക് ജന്മം നൽകാൻ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? അവരത്രയും സമയം വിനിയോഗിച്ച് ക്ഷമയോടുകൂടി ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങളിൽ അനുഷ്ഠിതമായി വീടുകളിൽ അവരുടെ വ്യവഹാരങ്ങളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് ഇൽമിന് വേണ്ടി സമയം വിനിയോഗിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയായിരുന്നു. മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ച് എല്ലാ സന്ദർഭങ്ങളിലും പ്രാഥമികമായ പരിഗണനയിൽ ഉണ്ടാകേണ്ടത് അറിവുമായി ബന്ധപ്പെടുക, ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൽമിനെ തൊട്ട് തടസ്സമാകുന്ന നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളും കുട്ടികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവരെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കാനും പാടില്ല. കാരണം മഹാന്മാരായ അഇമ്മത്തിൽ പലരും എത്രയെത്ര ഇമാമുമാരാണ്. ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു വോള്യങ്ങളുള്ള തഫ്സീർ എഴുതിയവരാണ്. എല്ലാ സന്ദർഭങ്ങളിലും എഴുത്തിൽ തന്നെ വ്യാപൃതരായി. ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി തങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം, നടന്നു പോകുന്ന വഴികളിൽ പോലും ബഹുമാനപ്പെട്ടവർ കിതാബുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിച്ചാണ് പോവുക. ഹനഫി മദ്ഹബിലെ സാഹിബൈനി എന്നറിയപ്പെടുന്ന അബൂ മുഹമ്മദ് തങ്ങൾ ബഹുമാനപ്പെട്ടവര് സക്കറാത്തിന്റെ ഘട്ടത്തിലും മസ്അലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമ് പഠിക്കുക എന്നുള്ളതൊരു വികാരമായി നമ്മുടെ മക്കൾക്ക് മാറണം. അതൊരു ഹൃദയത്തിന്റെ, അവരുടെ ഏറ്റവും നല്ല അഭിലാഷം എന്താണ് എന്ന് ചോദിച്ചാൽ അറിവുമായി ബന്ധപ്പെടുന്നതാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവർക്കുണ്ടാക്കി കൊടുക്കാൻ അനുകൂലമായ ചുറ്റുപാടുകളെല്ലാം വേണം. അവസാനം സക്കറാത്തിന്റെ നേരത്ത് ജംറകളിൽ കല്ലെറിയേണ്ടതിന്റെ അഫ്ളലായ രൂപമേതാണ് എന്ന് ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്, വഫാത്താകുന്നത് എന്ന് കിതാബുകളിലെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്രയെത്ര ഇമാമുമാർ ഇൽമുമായി ബന്ധപ്പെടുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എല്ലാ ശുഗലുകളും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇൽമുള്ള നല്ല ആലിമീങ്ങൾ ഉണ്ടാകണം. വളരെ പരിമിതപ്പെട്ട് ഇൽമിന്റെ സ്ഥാനങ്ങളിൽ ഭൗതികത കടന്നു വരുന്ന ഒരു കാലത്ത് ആത്മാർത്ഥമായി അഹ്ലുസുന്ന
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആത്മാർത്ഥമായ നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ എണ്ണപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമായി പരിമിതപ്പെട്ടു വരുന്ന ഒരു കാലത്ത് നമ്മൾ തെരഞ്ഞെടുത്ത ഈ നിലപാട് അത് ധീരമായ ഒരു നിലപാടാണ്. ഇവിടെ മക്കൾക്ക് ദുനിയാവുമുണ്ട്, ഭൗതികമായ വിദ്യാഭ്യാസങ്ങളുമുണ്ട്. ഈ കാലത്ത് നോക്കൂ നിങ്ങൾ, നമ്മളേറെ അപകടം പിടിച്ച സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ വാർത്തകൾ, ഭക്ഷണവും വെള്ളവും നിഷേധിക്കപ്പെട്ട് പട്ടിണിക്കിട്ട് എത്രയോ കുരുന്നുകൾ ജീവൻ പൊലിഞ്ഞ വാർത്ത ഫലസ്തീനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 വർഷത്തോളമായി നിരവധി 70,000-ഓളം ആളുകളാണ് ഫലസ്തീനിൽ കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ മനുഷ്യത്വം രഹിതമായ ആധുനികമെന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഈ കാലത്ത് മുസ്ലിം വിരുദ്ധമായ ഒരുപാട് പ്രവണതകൾ ആഗോള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുപിയിലെ കാൺപൂരിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഒരു ക്യാമ്പയിൻ അല്ല, നബിദിനവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിരുന്ന റാലിയിൽ ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെയുള്ള നബി സ്നേഹികൾ, വിശ്വാസികൾ റാലി നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത 10-25ഓളം ചെറുപ്പക്കാർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ നടപടികൾ എടുക്കുകയും പിന്നീട് അത് ഗുജറാത്തിലേക്ക് കടന്ന് ഗുജറാത്തിലെ ഗോദ്രയിൽ അവിടെ നിന്നും ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വന്നു. ഉത്തരാഖണ്ഡിലും യുപിയുടെ പലയിടങ്ങളിലും ബറേലിയിൽ പ്രക്ഷോഭം നടത്തിയ പ്രതിഷേധിച്ച നിരവധി ആളുകൾക്കെതിരെ കേസെടുക്കുകയും പിടിച്ചുകൊണ്ടുപോവുകയും അവരെവിടെയാണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. പുതിയ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് ഏറെ ഭയത്തോടുകൂടെ നോക്കിക്കാണുന്ന വലിയൊരു ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, ഈ പരിശുദ്ധമായ ദീനിനെ ഇകഴ്ത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാർട്ടൂൺ ചിത്രീകരിച്ചിട്ട് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഡെൻമാർക്കിൽ നടന്നപ്പോൾ അതിനെ ചൊല്ലി രാജ്യവ്യാപകമായി ലോകവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാനുള്ള ഒരുപാട് അവസരം ലോകമാകമാനം തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ലണ്ടനിലെ വെയിൽസിലെ സാൻസെ യൂണിവേഴ്സിറ്റിയിൽ കെവിൻ ബ്രൈസ് നടത്തിയ പഠനത്തിൽ പറയുന്നത് about 1 lakh embraced Islam from London itself. ലണ്ടനിൽ നിന്ന് മാത്രം 100,000-ഓളം ആളുകൾ ഒരു വർഷത്തിനകം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കാരണം നെഗറ്റീവ് ഇമ്പാക്ട് അബൌട്ട് ദി ബ്രിട്ടീഷ് കൾച്ചർ, അവർക്ക് ബ്രിട്ടീഷ് സംസ്കാരത്തോടുള്ള വിരക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഈ ആശയത്തെ അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞപ്പോൾ, കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഫാദർലെസ് സൊസൈറ്റി, ഫ്രീ സെക്സ് തുടങ്ങിയ ഒരുപാട് വൃത്തികെട്ട സംസ്കാരങ്ങളോട് അവർക്ക് മടുപ്പ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തിന് പകർന്നുകൊടുത്ത പാഠങ്ങളെ കുറിച്ച് പരിചയപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരിൽ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി കെവിൻ ബ്രൈസ് വെയിൽസിലെ സാൻസെ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ലോകത്ത് വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അറബി ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കരൺ ആംസ്ട്രോങ് എഴുതിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദി പ്രൊഫറ്റ് ഫോർ അവർ ടൈം എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൻ മേരി ഷിമ്മലിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആൻഡ് ഹിസ് മെസഞ്ചർ, അല്ലാഹ് ആൻഡ് ഹിസ് മെസഞ്ചർ എന്ന് പറയുന്ന ഗ്രന്ഥം ലോകവ്യാപകമായി വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ മാർട്ടിൻ ലിങ്സിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആൻഡ് ഹിസ് ഏർലിയസ്റ്റ് സോഴ്സസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അങ്ങനെ നിരവധി പുസ്തകങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ രചിക്കുകയും കരൺ ആംസ്ട്രോങ് പറയുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യരായ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം തന്നെ എഴുതുമ്പോൾ, ആ പുസ്തകം വായിച്ച് അനേകായിരം ആളുകൾ ഇസ്ലാമിലെയും നബിതങ്ങളെയും പരിചയപ്പെടുമ്പോൾ ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾക്ക് വിറളിയുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഐ ലവ് മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ തന്നെ അവർക്കെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും UP ഗവൺമെന്റും ഗോദ്രയിൽ ഗുജറാത്ത് ഗവൺമെന്റുമെല്ലാം തയ്യാറാകുന്നതിന്റെ പിന്നിലെ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അവരിൽ ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ലോകവ്യാപകമായി പടർത്തുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങൾ ഏതെല്ലാം കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം എല്ലാ സന്ദർഭങ്ങളിലും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാൻ തുടങ്ങി, ആധുനിക യൂറോപ്പ് പഠിക്കാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പ്രക്ഷോഭമായി, ഒരു പ്രമേയമായി ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് മാറിയതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തുകൊണ്ട് വിശ്വാസികൾ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ രാജ്യത്തെ അമുസ്ലിങ്ങൾ ആലോചിച്ചു തുടങ്ങി. എന്താണ് അതിന്റെ കാരണം? ഒരു പ്രതിമയും പ്രതിഷ്ഠയും പ്രതിച്ഛായയുമില്ലാതെ 1500 വർഷങ്ങൾക്കിപ്പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരകോടി വിശ്വാസികളുടെ ഹൃദയത്തിന്റെ വികാരമായി, പ്രണയത്തിന്റെ പ്രമേയമായി എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ഏതൊരുത്തനെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ വിശ്വാസികളുടെ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അത്ഭുതം കൂറുകയാണ്. തങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി അവര് കാത്തിരിക്കുകയാണ്, അവർ അന്വേഷണം തുടരുകയാണ്. എന്നാൽ ചില ആളുകൾ എന്തു ചെയ്തു? ഇതിനെ വൈകാരികമായി ഏറ്റെടുത്തുകൊണ്ട് അത് എഴുതിയവരുടെ കൈവെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായി. ആ കൈവെട്ടിന്റെ പരിണിതി എന്നോണം പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെയുള്ള മുസ്ലിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വന്നു. എന്നാൽ അറിവുള്ളവരുടെ പ്രവേശനം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആദർശത്തെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വരേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന, ഉറുദു ഭാഷ അറിയുന്ന, അറബിയിൽ അവഗാഹമുള്ള, നല്ല കമ്മിറ്റഡ് ആയുള്ള സമർപ്പിതരായ ആലിമീങ്ങളെ നമുക്ക് സമർപ്പിക്കാനായാൽ ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ മനോഹരമായി ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്ക് സമർപ്പിക്കാനായാൽ ആ ദൗത്യമാണ് പുതിയ കാലത്ത് നിർവഹിക്കാകുന്ന ഏറ്റവും വലിയ ദഅ്വാ പ്രവർത്തനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പുതിയ കാലത്ത് രണ്ട് വിദ്യാഭ്യാസങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുത്തുകൊണ്ട് ദീനിയായ മേഖലകളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം ആ ദീനി പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ആവശ്യമായ ഭാഷയും മറ്റു നിപുണികളും കഴിവുകളുമെല്ലാം സ്വായത്തമാക്കി ഇസ്ലാമിക പ്രബോധന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലഅഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, മുആദേ, നീ കാരണമായി ഒരാൾക്കെങ്കിലും സന്മാർഗം കിട്ടിയാൽ, അഥവാ ഇത് ദീനി ദാഇയായി പ്രവർത്തിക്കുമ്പോൾ ഒരാളെങ്കിലും നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ദഅവത്ത് കൊണ്ട് ആരെങ്കിലും നന്നായി കിട്ടിയാൽ, സുബ്ഹാനല്ലാഹ്, ദുനിയാവും ആഖിറവും അതിലുള്ള സകലതും സമ്പാദിക്കുന്നതിനേക്കാൾ അവർക്ക് ഏറ്റവും ഉത്തമം ഒരാൾ സന്മാർഗം ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ കേരളത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നേതൃപരമായ പങ്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. പല റബ്ബാനികളും കേരളത്തിന്റെ പുറത്ത് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും പല സംസ്ഥാനങ്ങളിൽ ദഅ്വാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദീന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത നിരവധി ആളുകൾക്ക് അക്ഷരങ്ങൾ മുതൽ പരിശുദ്ധമായ ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മക്കൾ ഇറങ്ങിത്തിരിച്ച ദൗത്യം പൂർത്തീകരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവര് മഹത്തായ ഒരു പാരമ്പര്യത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വലൈസ ബിആഖിലിൻ മൻ അംകന വിറാസത്തൽ അംബിയാഇ സുമ്മ ഫവ്വതഹു അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ അനന്തരഗാമികളാണ്. നമ്മൾ ഒരു പക്ഷേ ആലിമീങ്ങളായിരിക്കില്ല, നമ്മൾ ഒരു പക്ഷേ സയ്യിദന്മാരായിരിക്കില്ല, നമ്മൾ ഒരു പക്ഷേ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മകനെ അറിവ് പഠിക്കാൻ പറഞ്ഞേക്കുന്നതോടുകൂടെ നമ്മുടെ മകൻ കണ്ണി ചേർക്കപ്പെടുന്നത് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാ അംബിയാക്കളുടെ അനന്തരഗാമികളാണ് എന്ന് പറയുന്ന മഹത്തായ ഒരു വിറാസത്തിലേക്കാണ്. ആ വിറാസത്ത് എന്താണ്? ആ അനന്തരം എന്താണ്? അത് ഇൽമാണ്. ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ വലാകിൻ വറസുൽ ഇൽമ. അവർ തന്നെ ദീനാറും ദിർഹമുമല്ല അനന്തരം വെച്ചിട്ടുള്ളത്. അവരുടെ അനന്തരം ഇൽമാണ്. ആ ഇൽമിന്റെ അനന്തരഗാമികളാകുന്നതോടുകൂടി ആ ബനു ഇസ്രായേലുകാരിലെ നബിമാരുടെ സ്ഥാനത്തേക്ക് അവരെ പോലെ ബനു ഇസ്രായേലുകാരായ നബിമാരുടെ ഉലമാ ഉമ്മത്തി കബ അംബിയാ ബനി ഇസ്രായേൽ, എന്റെ ഉമ്മത്തിലെ ഉലമാ ആ ബനു ഇസ്രായേലുകാരുടെ അംബിയാക്കളെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ആ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ നമ്മുടെ മക്കളെ അല്ലാഹു തെരഞ്ഞെടുക്കുകയും മൻ അംകന വിറാസത്തൽ അംബിയാഇ സുമ്മ ഫവ്വത, ആരെങ്കിലും ആ വിറാസത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത് പാഴാക്കി കളഞ്ഞാൽ അവൻ ബുദ്ധിയുള്ളവനല്ല എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടി തീരുമാനിച്ചുറച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ തീരുമാനിച്ച് രംഗത്തിറക്കുമ്പോൾ നമുക്കൊരു തീർച്ച വേണം. എൻ്റെ ഈ മകൻ ഉഖറവിയായ ഒരു ആലിമായി മാറണം എന്ന തീർച്ച നമുക്കുണ്ടാകണം. അതിനനുകൂലമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകണം. ആ അന്തരീക്ഷങ്ങളിലേറെ പ്രധാനപ്പെട്ടതാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞുകൊടുക്കുന്ന അധ്യാപകരുടെ കമാലിയത്ത് എന്ന് പറയുന്നത്. നല്ല അധ്യാപകരെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ തലങ്ങളിലും ആ അധ്യാപകർക്ക് വിധേയത്വമുള്ളവരായിരിക്കണം നമ്മൾ. അവരേതെങ്കിലും സന്ദർഭത്തിൽ നമ്മുടെ മക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ വിട്ടിട്ടില്ല എങ്കിൽ അവരോട് നമ്മൾ ശകാരിക്കാൻ പാടില്ല, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലാഭേച്ഛകളില്ലാതെ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നേട്ടത്തിന്റെ ഒരംശം പോലും ഈ ഉസ്താദുമാർക്ക് ലഭിക്കുന്നില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഭാര്യയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ഒരു സുഖമെങ്കിലും മക്കളെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. യാതൊരു ഉപകാരവുമില്ല എങ്കിൽ പോലും ആ ഒരു സുഖമെങ്കിലും മക്കളിൽ നിന്ന് കിട്ടി, മക്കളെ കാരണമായി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ ഉസ്താദുമാർ അവരുടെ ആത്മാവിന്റെ സംരക്ഷകരായ, ആത്മാവിന് അന്നം നൽകുന്ന ഈ ഗുരുവര്യർക്ക് ഒരുപക്ഷെ ഈ മക്കളെ പഠിപ്പിക്കുന്നത് കൊണ്ട് യാതൊന്നും തന്നെ ലഭിച്ചു കൊള്ളണമെന്നില്ല. അതേ സമയത്ത് ദീനിന്റെ സംരക്ഷകരായ ആലിമീങ്ങളെ വളർത്തിയെടുത്താൽ ദീനിന്റെ സംസ്ഥാപനം ഇവിടെ സാധ്യമാണ് എന്നതിലപ്പുറം ആത്മാർത്ഥമായ താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവുമില്ലാതെ ഈ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ കൂടിയാണ്. അവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കേണ്ടത് നമ്മൾ കൂടിയാണ്. മക്കളെ കുറിച്ചുള്ള ജാഗ്രതയും മക്കളെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഉസ്താദുമാരുമായി നമ്മൾ ഉണ്ടാകണം. അവരെ കുറിച്ച് ചോദിക്കണം. ദർസിൽ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം പിന്നീട് എപ്പോഴാണോ സന്നദ്ധാനം കിട്ടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ അവിടുന്ന് പിരിഞ്ഞു പോരുന്നത് ആ സന്ദർഭത്തിൽ ഉസ്താദിനെ പോയി കാണുന്നവരാകാൻ പാടില്ല. ഇടക്കിടക്ക് മക്കളെ വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടി ഉസ്താദിനെ ചെന്ന് കാണുകയും അവരുടെ കാര്യങ്ങളിൽ വീടുകളിലുള്ള വിശേഷങ്ങൾ അതുപോലെ തന്നെ നാട്ടിലുള്ള വിശേഷങ്ങളെല്ലാം ഉസ്താദിനോട് അങ്ങോട്ട് പറയുകയും ആവശ്യമായ തർബിയത്ത് എന്നാൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅൻ, അത് അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള
കാര്യങ്ങൾ ആവശ്യമുള്ള തോതനുസരിച്ച് ഈ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു പൂർണ്ണതയിലേക്ക് ഒരു മുതഅല്ലിമിനെ എത്തിക്കുന്ന ദൗത്യമാണ് ഒരു മുദർരിസ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം ക്ലാസ് എടുക്കുക മാത്രമല്ല, അവന്റെ ജീവിതത്തെ മുഴുവൻ ചിട്ടപ്പെടുത്തുന്നുണ്ട്, അവന്റെ വ്യക്തിപരമായ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ട്. ആ ചിട്ടപ്പെടുത്തുന്ന പ്രോസസ്സിൽ, അതിന്റെ പ്രക്രിയയിൽ നമ്മൾ കൂടി പങ്കാളികളാകേണ്ടതുണ്ട്. അതിന് മക്കളുമായുള്ള കമ്മ്യൂണിക്കേഷൻ മക്കളോടുണ്ടാകണം, ഉസ്താദുമാരോടുണ്ടാകണം. ഏതെങ്കിലും നിലക്ക് ഉസ്താദുമാരോട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. ഈ കാലഘട്ടത്തിൽ ഒരു മകനെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ ഭാരമേറിയ ദൗത്യമാണ്. ഒന്നവർ വഴിപിഴച്ചു പോകുമോ എന്നുള്ള ഭീതി നമ്മുടെ മനസ്സിലൊന്നുണ്ട്. മറ്റൊന്ന്, സാമ്പത്തികമായ വലിയ ബാധ്യതകൾ ഉണ്ടാകും. ആ സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ മക്കളെ പറഞ്ഞേക്കുന്നത് പോലെ ആകരുത്. അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും കൊടുക്കാൻ കഴിയുന്നവരെല്ലാം നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും നൽകുകയും, കാരണം മുതഅല്ലിമിന് വേണ്ടി നമ്മൾ നിക്ഷേപിക്കുന്ന ഓരോ സംഖ്യകളും അത് നമ്മുടെ ജീവിതത്തിലും ബറക്കത്തിന് നിമിത്തമാകുന്ന വലിയ സ്വതക്കകളാണ് എന്നതിൽ സംശയമില്ല. അങ്ങനെയൊക്കെ മക്കളോടും ഉസ്താദുമാരോടും കൂടെ നിന്നുകൊണ്ട് ഉഖ്റവിയായ നിലക്ക് നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടണം എന്ന ആലോചനയോടുകൂടെ ഈ മക്കളോട് ഒന്നിച്ചുകൊണ്ട് സമയം വിനിയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറുകൾ ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന നല്ല ഉഖ്റവിയായ മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉഖ്റവിയായ ആലിമീങ്ങളുടെ എല്ലാ അലാമത്തുകളുമുള്ള, എല്ലാ ലക്ഷണങ്ങളുമുള്ള നല്ല ഉഖ്റവിയായ ആലിമീങ്ങളിൽ നമ്മുടെ മക്കളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ കാലത്ത് രണ്ട് തലങ്ങളെയും സ്പർശിച്ച നല്ല നല്ല ആലിമീങ്ങൾ ഉണ്ടാകണം. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അലുമിനി മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. അർഷാദ് ഉസ്താദും ഞങ്ങളൊക്കെ സംബന്ധിച്ച ആ മീറ്റിംഗിൽ ജാമിഅ മദീനത്തുൻ നൂറിന്റെ വിപുലമായ ഒരു പദ്ധതിയെ അഭിവന്ദരായ ഞങ്ങളുടെ ഗുരുവര്യർ ശൈഖുന അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവറുകൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ജാമിഅ മദീനത്തുൻ നൂറിന് കീഴിൽ വിവിധ ക്യാമ്പസുകളിലായി നിരവധി വിദ്യാർത്ഥികൾ മതഭൗതിക വിദ്യാഭ്യാസം അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. 25 വർഷം പൂർത്തിയാകുമ്പോൾ അമേരിക്കയിൽ എന്നല്ല, യൂറോപ്പിലെ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പോസ്റ്റ് ഡോക്ടോറൽ ഫെലോഷിപ്പ്, അതുപോലെ തന്നെ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം പണ്ഡിതന്മാരെ ഈ ലോകത്തിന് സമ്മാനിക്കാൻ 2.5 പതിറ്റാണ്ട് കൊണ്ട് മദീനത്തുൻ നൂറിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും കാലഘട്ടത്തിന് ആവശ്യമായ നല്ല നല്ല ദാഇകളെ ഈ ലോകത്തേക്ക് സമ്മാനിക്കാൻ നാഷണൽ ക്യാമ്പസ് എന്ന് പറയുന്ന പുതിയ പദ്ധതിക്ക് താമരശ്ശേരിക്കടുത്തുള്ള മലപ്പുറത്ത് ആംബിയൻസ് എൽസ്വെയർ ആംബിയൻസ് എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പസിന് തുടക്കം കുറിക്കുകയാണ്. ആ ക്യാമ്പസിൽ ഇനി 1000ഓളം PG വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്ന സാഹചര്യം. എന്താണ് ഇതിന്റെ ലക്ഷ്യം? അഭിവന്ദരായ ഗുരുവര്യർ കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ നിലക്ക് ദാഇകളെ പര്യാപ്തരാക്കി എടുത്ത് പരിശീലനം നൽകിയെടുത്തുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രബോധകരെ, യുവപ്രബോധകരെ, നല്ല ഡോക്ടറേറ്റുള്ള ഗവേഷണം നടത്തിയ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച നല്ല നല്ല പണ്ഡിതരെ വളർത്തിയെടുത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങളെ ബഹുമാനപ്പെട്ടവർ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. കാശ്മീർ മുതൽ 25ഓളം സംസ്ഥാനങ്ങളിൽ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്ദരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് എന്നുള്ളത് നമുക്ക് പലയിടങ്ങളിലും ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും യുപിയിലും ഡൽഹിയിലും ബോംബെയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മറ്റു പല സംസ്ഥാനങ്ങളിലും കടന്നു ചെന്നാൽ അവിടെയെല്ലാം കർമ്മനിരതരായ യുവ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആ തലത്തിൽ ഈ സമൂഹത്തിന്, സമുദായത്തിന് ഉപകാരപ്പെടുന്ന നിലക്കുള്ള, ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ വലിയ സമ്പാദ്യങ്ങളായ നിലക്ക് നമ്മുടെ മക്കളെ മാറ്റി തീർക്കാനാണ് മദീനത്തുൻ നൂർ സംരംഭങ്ങൾ, നമ്മുടെ ഈ ദറസ് പോലെയുള്ള അതിന് കീഴിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഭാഗമാകാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചു
എന്നുള്ളത്, അഭിവന്ദരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം മസരി ഉസ്താദിന്റെ ശിഷ്യത്വത്തിന് കീഴിൽ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു ഉഖ്റവിയായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഈ സംഗമത്തിന് എത്തിച്ചേർന്ന രക്ഷിതാക്കൾ അല്ലാഹുവേ നീ അവർക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഇൽമിന്റെ ബറക്കത്ത് അവരുടെ എല്ലാ മേഖലകളിലും നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.